ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഡിസൈനർ ഗൗൺ ആണ് കേട്ടോ. ഈ ഒരു മോഡലാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. 6 to 7 വയസ്സിൻ്റെ മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്ന മെയിൻ മെറ്റീരിയൽ 3 മീറ്ററും 110 രൂപയാണ് കേട്ടോ മീറ്ററിന്. വെൽവൻ ഓർഗൻസയുടെ മെറ്റീരിയലാണ് കേട്ടോ. 3 മീറ്റർ മെയിൻ ക്ലോത്തും അതേപോലെ 2.5 മീറ്ററാണ് ഞാൻ ക്രേപ്പിൻ്റെ ലൈനിങ് എടുത്തേക്കുന്നത്. ജോർജറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മെറ്റീരിയൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത മെഷർമെൻറ്റ്. ഷോൾഡറിൻ്റെ പകുതി 12ൻ്റെ പകുതി 6, ചെസ്റ്റ് 22.5, അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്ത് അപ്പോൾ 23.5, 24.5. ഓൾമോസ്റ്റ് നമുക്ക് റൗണ്ട് ഫിഗർ ഇട്ട് 24 എടുക്കാം. 24നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തേക്കുവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ആണ്. നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. ഓക്കെ, വേസ്റ്റ് 21.5, അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. 5.25 കിട്ടും. ആം ഹോൾ 13, അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് 4, അതേപോലെ ബാക്ക് നെക്ക് 4.5. ഓക്കെ, പിന്നെ ഫുൾ ലെങ്ത്ത്, നമ്മുടെ ഈ ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് 40 ആണ്. മുകളിലത്തെ പോർഷൻ 10 ആണ്. 2 പോർഷനായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. മുകളിലത്തെ പോർഷൻ വരുന്നത് 10 ആണ്. അപ്പോൾ 10 കിട്ടണമെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്ത് 12-ലിട്ടാണ് കേട്ടോ വെട്ടേണ്ടത്. ബാക്കി പാർട്ട് പോയ ഈ ടോട്ടൽ 40-ൽ 10 ഇഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് 30 ആണ്. ഓക്കെ, താഴത്തെ പാർട്ട് നമുക്ക് 30 ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 10 മുകളിലത്തെ പാർട്ട്, അപ്പം നമ്മൾ 12 ഇട്ട് വെട്ടണം. താഴത്തെ പാർട്ട് നമുക്ക് വേണ്ടത് ഫുള്ളി വേണ്ടത് 30 ആണ്. ഓക്കെ, അപ്പം നമുക്കൊരു 31 ഇട്ട് കട്ട് ചെയ്യാം. 31, 32 നമ്മൾ അടിഭാഗമൊക്കെ മടക്കി അടിക്കുന്നതാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗം അല്പം കയറി നിൽക്കുന്നൊരു മോഡലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് 23 വേണം. ബാക്ക് പാർട്ട് നമുക്ക് 30 തന്നെ വേണം. ഫ്രണ്ട് പാർട്ടും 30 തന്നെയാണ് നമ്മളിട്ട് കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ജസ്റ്റ് നമ്മൾ അല്പം പൊക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫിഷ് കട്ട് മോഡലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ നമുക്ക് അംബ്രല്ല മടക്കി ഇടുമ്പോഴത്തേനും വേസ്റ്റ് ഭാഗത്തിൻ്റെ കൂടെ 8ആയിട്ടാണ് മടക്കി ഇടുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് 24 / 8 വരുമ്പോൾ 3 കിട്ടും. പിന്നെ ലൈനിങ് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ 24 / 4 വരുമ്പോൾ 6 ആണ് കിട്ടുന്നത്. വേസ്റ്റിനെയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത വേസ്റ്റിനെ. ഓക്കെ, തുണി ഞാൻ 4ആയിട്ടും ഒന്ന് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് വെട്ട് വരുന്ന ഭാഗം വെട്ട് വരാത്ത ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് പിന്നൊക്കെ കുത്തി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഭയങ്കര സിൽക്കിയാണ് മെറ്റീരിയൽ. ജോർജറ്റിനേക്കാളൊക്കെ ഭയങ്കര നേർത്ത തുണിയാണ് കേട്ടോ. നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കുകയില്ല. അതുകൊണ്ട് സ്റ്റിച്ചിങ് ചാർജ് ഡബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതേപോലെ 8ആയിട്ടാണ് ഇപ്പോൾ തുണി മടങ്ങി കിടക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് നമുക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് 3 കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ ഞാനൊരു 4.5 വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് താഴോട്ട് നമുക്ക് വേണ്ട ലെങ്ത്ത് 31 ആണ്. അപ്പോൾ 31-ൽ ഒരു മാർക്ക് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് 31-ന് ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മേളി വെച്ചിട്ട് ആ മാർക്ക് വരുന്നിടം എത്രയാണോ അത്രയിൽ ഫുള്ളി മാർക്ക് ചെയ്തെടുക്കുക. അപ്പം എനിക്ക് 35-ലാണ് കേട്ടോ മാർക്ക് വരുന്നത്. കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു സൈഡ് തുണി തികയാതെ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം 3 മീറ്ററാണ് എടുത്തത് കൊണ്ട് എനിക്ക് കറക്റ്റ് 3.5 ഒക്കെ എടുത്താൽ കറക്റ്റായിട്ട് തികഞ്ഞേനെ. ഞാനിപ്പോൾ 3 എടുത്തത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ആ സ്ട്രെയിറ്റ് ലൈനിലല്ല കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ താഴ്ഭാഗത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് തുണി ജോയിൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കണം തുണി. നല്ല ഭാഗം അനുസരിച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനിങ് കൂടെ കട്ട് ചെയ്യാം. ലൈനിങ് ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഓപ്പൺ വരുന്ന ഭാഗം ഇതേപോലെ മടക്കി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കാണുക. ഇപ്പോൾ ഇവിടെ 4 പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 24 / 4 വരുമ്പോൾ നമുക്ക് 6 ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു 8-ലൊക്കെ ഇതേപോലെ മാർക്ക് ചെയ്ത് നോക്കി. എന്നിട്ട് അളന്ന് നോക്കണം നമുക്ക് 6 കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് കറക്റ്റ് 6 കിട്ടുന്നുണ്ട്.
അപ്പോൾ ലൈനിങ് നമുക്ക് 2 ഇഞ്ച് കുറച്ചെടുക്കാം. അപ്പോൾ 30 നമ്മുടെ മെയിൻ ലെങ്ത്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് 28ലാണ് കേട്ടോ ഞാൻ ലൈനിങ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് മുകളിൽ വെച്ചിട്ട് ആ 28 മാർക്ക് എവിടെയാണോ വന്നത് അതനുസരിച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുവാണ് കേട്ടോ. ഫുള്ളി റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുവാണ്. ഇനി ഇതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഓക്കെ, ഇതാ കട്ട് ചെയ്തെടുത്തു. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. എന്നിട്ട് ബാലൻസ് വന്ന ലൈനിങ് പാർട്ട് ഉണ്ടല്ലോ അതിനെ 4ആയിട്ട് മടക്കിയിട്ടു. ഇനി നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദാ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡർ 6, അവിടെ നിന്ന് താഴോട്ട് ഒരു 4 ഇഞ്ചിൽ ഒരു എല്ല് വരച്ചെടുത്തു. 4 ഇഞ്ചിൽ ഒരു 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെസ്റ്റിൻ്റെ വണ്ണം 6, തയ്യൽ തുമ്പ്. പിന്നെ താഴോട്ട് നമുക്ക് വേണ്ട ലെങ്ത്ത് 10ആണ്. 12ൽ മാർക്ക് കൊടുത്തിട്ട് അവിടുത്തെ 5.25 വേസ്റ്റ് തയ്യൽ തുമ്പ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ വിട്ട് കൊടുക്കുന്നത് 2.25, ഇറക്കം കൊടുക്കുന്നത് 4.5 കേട്ടോ. ഇനി നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഞാനൊരു 2 ഇഞ്ച് മുകളിൽ നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ആ 2 ഇഞ്ചിൽ നിന്ന് അകത്തോട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഒരു വി നെക്ക് കൊടുത്തു കേട്ടോ. വി നെക്ക്. എന്നിട്ട് ഇവിടുന്ന് ഒരു 2 ഇഞ്ചിൽ ഇങ്ങനെ ചരിച്ച ആം ഹോളിലേക്ക് വരച്ചു കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വരച്ച അതിലേ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, സെറ്റായിട്ട് കിട്ടിയല്ലോ. ഇനി മെയിൻ ക്ലോത്തിൽ നമുക്ക് ഇതേ രീതിയിൽ 2 പാർട്ട് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ ഞാൻ ഷോൾഡറും നെക്കും ഒന്നും മാർക്ക് ചെയ്തെടുത്തിട്ടില്ല, സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതേപോലെ 2 പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആദ്യം മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ അംബ്രല്ല, അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ബാലൻസ് വരുന്ന ക്ലോത്ത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഇതേപോലെ 4 പീസ് നമ്മൾ പിന്നു കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും നല്ല ഭാഗത്തായിരിക്കണം തുണി അകത്തേക്ക് വരാൻ, ചീത്ത ഭാഗത്തായിരിക്കണം സ്റ്റിച്ച് വീഴാൻ. ഇങ്ങനെ ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ കുത്തി കൊടുത്ത അതേ രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തുകൂടെ എടുക്കാം കേട്ടോ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം, കാരണം ഇരിഞ്ഞു പോകുന്ന തുണിയാണ്. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് 4 പീസും. നമുക്ക് തുണി ഇല്ലെങ്കിൽ ഇതൊരു ഭയങ്കര പാടാണ് കേട്ടോ. തുണി ഒരു 3.5 മീറ്ററെങ്കിലും ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. പിന്നെ എന്താ പറയുക, 1/2 മീറ്റർ കൂടെ ആകുമ്പോൾ വീണ്ടും റേറ്റ് കൂടുതലാണല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മെനക്കിടാൻ പറ്റുമെങ്കിൽ ഇതാണ് ബെറ്റർ. പിന്നെ മുകളിൽ നിന്ന് നമുക്ക് കറക്റ്റ് വേണ്ടത് 31ആണ്. ആ 31 ഒന്നുകൂടെ നമ്മൾ റീമാർക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആദ്യം വെട്ടിയപ്പോൾ നമ്മൾ കറക്റ്റ് ആ ലൈനിൽ കൂടെ വെട്ടരുതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴ്ത്തി വെട്ടാൻ പറഞ്ഞത്. ഒന്നുകൂടെ റീമാർക്ക് ചെയ്തെടുക്കണം, അതുകൊണ്ടാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇപ്പം ഞാൻ മാർക്ക് ചെയ്തെടുത്ത് ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. എന്നിട്ട് മുകളിൽ കട്ട് ചെയ്ത്, മുകളിൽ നമ്മൾ താഴത്ത് കട്ട് ചെയ്തിട്ട് മാത്രമേ മുകളിലോട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ സ്ലീവ് വെക്കാനായിട്ട് ഞാനൊരു 8 ഇഞ്ചിൻ്റെ ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സ്ട്രൈറ്റ്. വീതി നമുക്ക് ഇഷ്ടമുള്ള വീതി കൊടുക്കാം. വീതി കുറച്ചോ കൂട്ടിയോ കൊടുക്കാം. നീളവും നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. വീതി കൂടുന്ന അനുസരിച്ച് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രില്ല് കൂടും. ഓക്കെ, എന്നിട്ട് വള്ളി വെക്കാനൂടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയും ഒരു 20 ഇഞ്ച് നീളമൊക്കെ മതി. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇതേപോലെ നല്ല മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് അകത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ലൈനിങ് പ്ലേസ് ചെയ്ത് വെച്ച് ഇതേപോലെ കറക്റ്റ് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. പിന്നെ നന്നായി കുത്തി കൊടുക്കണം. ബിഗിനേഴ്സ്, ഞാൻ തന്നെ ഇപ്പോൾ കുറേ പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പാടാണ് കേട്ടോ.
അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ബാലൻസ് നിൽക്കുന്ന ആ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയേ. എന്നിട്ട് ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കുക, സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ വെട്ടിട്ട് കൊടുക്കാവേ. ഓക്കെ, എന്നിട്ട് പിന്നൊക്കെ ഊരി മാറ്റിയിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ആ എഡ്ജൊക്കെ കറക്റ്റ് ആയിരിക്കണം. തിരിച്ചിടുമ്പോൾ എഡ്ജ് കറക്റ്റ് ആയില്ലെങ്കിൽ ഒരു ഭംഗിയും കാണത്തില്ല. ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് എഡ്ജ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇതേപോലെ. ഓക്കെ, എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് എഡ്ജിലൂടെ ഒരു പതിച്ച് സ്റ്റിച്ച് കൂടെ കൊടുക്കാവേ. ഈ പതിച്ച് സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുന്നേ എഡ്ജൊക്കെ കറക്റ്റ് ആയിരിക്കണം. തുണി നീങ്ങിപ്പോകാനും ഒന്നും പാടില്ല. നമുക്ക് ഈ ഹാൻഡ് വർക്കിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവേ. ഇതേപോലെ കറക്റ്റ് എഡ്ജ്. എന്നിട്ട് ആ 3 സൈഡൂടെ ജസ്റ്റ് ഒന്ന് മെയിൻ ക്ലോത്തും ലൈനിങ്ങൂടെ ജോയിൻ ചെയ്ത് കൊടുത്തേ. ബാലൻസ് നിൽക്കുന്ന എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇതേ രീതിയിൽ ഞാൻ ബാക്ക് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ കട്ട് ചെയ്തെടുത്തില്ലേ ഫ്രില്ല് കൊടുക്കാനായിട്ടൊരു ബാക്ക് സൈഡിൽ സിബ് വെച്ച് കൊടുക്കാം. ബാക്ക് സൈഡിലെ തുണി എടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുത്തു. നല്ല ഭാഗമാണ് അകത്തിരിക്കുന്നത്, ചീത്ത ഭാഗത്താണ് ഇപ്പോൾ സ്റ്റിച്ച് പോയത്. സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇന്ന് നൂർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് സിബിൻ്റെ ചീത്ത ഭാഗത്താണ് കേട്ടോ സ്റ്റിച്ച് പോകുന്നത്. സിബിൻ്റെ നല്ല ഭാഗമാണ് അകത്തേക്ക് ഇരിക്കുന്നത്, ചീത്ത ഭാഗത്താണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് താഴോട്ട് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്താൽ ഈസി ആയിട്ട് സിബ് വെക്കാം കേട്ടോ. ബിഗിനേഴ്സിന് ഇതാണ് ഈസി. ഇങ്ങനെ കുറേ സിബ് പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കാനായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നോർമൽ സിബ് വെച്ചത്. പിന്നെ നമ്മൾ ആ 8 ഇഞ്ചിൻ്റെ ഒരു വീതിയുള്ള തുണി എടുത്തില്ലേ, അതിൽ ഇതേപോലെ സൈഡ് 2ഉം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സൈഡും ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക. ചെറുതോ വലുതോ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതേപോലെ ചെറിയ പ്ലീറ്റ്സാണ്. പ്ലീറ്റ്സ് ഇട്ടെടുക്കുമ്പോൾ നമ്മൾ 2 ഇഞ്ച് വീതിയാണ് ആ നെക്കിൻ്റെ സ്ലീവിൻ്റെ വീതി വിട്ടേക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചിൽ തന്നെ ഈ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം കേട്ടോ. 2 സൈഡും ഇതേപോലെ ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആ 2 പീസും ഇതേപോലെ എടുക്കണം. എന്നിട്ട് ഇതേപോലെ ആ സ്ലീവിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് പിടിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് ഓപ്പോസിറ്റ് ഭാഗത്തും ഇതേപോലെ വെച്ച് പിടിപ്പിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിത് കുഞ്ഞിന് കൈയുടെ അളവ് വലുതാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് അഴിച്ചു വിട്ടിട്ട് നമുക്കൊന്നുകൂടെ കയറ്റി അടിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ഭാഗത്തും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ മടക്കി 4ആയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ വള്ളി സെറ്റ് ചെയ്യാം. വള്ളി ഇതേപോലെ ഒന്ന് ക്രോസായിട്ട് 2ആയിട്ട് മടക്കിയിട്ട് മുകൾ ഭാഗം ക്രോസായിട്ട് വെച്ചിട്ട് താഴ്ഭാഗം വരെ അടിച്ചെടുക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ജസ്റ്റ് തുടങ്ങുന്നിടം കേവ് പോലെ വന്നിട്ട് താഴേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ടെടുക്കാം. നമ്മൾ ആ കേവ് കൊടുത്തില്ലേ, അവിടെയാണ് ആദ്യം കയറ്റി തിരിച്ചിട്ടെടുക്കേണ്ടത്. എന്നിട്ട് ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് 1 ഇഞ്ച് മുകളിലോട്ടാണ് കേട്ടോ ഈ വള്ളി വെച്ച് കൊടുക്കേണ്ടത്. തയ്യൽ തുമ്പ് കൊടുത്തിട്ട് എക്സ്ട്രാ തയ്യൽ കൊടുത്തിട്ട് ബാലൻസ് വരുന്ന എല്ലാം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അധികം ബാലൻസ് നിന്നാലും ബോറായി പോവും. ഇതേപോലെ 2 സൈഡും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, മുകളിലത്തെ പോർഷൻ നമുക്ക് കിട്ടി. ഇനി ഈ നമ്മൾ ആ അംബ്രല്ല മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. ആദ്യം അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പതിച്ചുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ആ ജോയിൻ ചെയ്തതിനെ ജസ്റ്റ് നമ്മൾ മെയിൻ ക്ലോത്തിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്താൽ അവിടെ ഇരുന്നോളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ മെയിൻ ക്ലോത്തിൻ്റെ. അതേപോലെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഈ സൈഡിൽ നമ്മൾ ആ ഒരു ജോയിൻറ്റ് ചെയ്ത് കൊടുത്തില്ലേ 4 തുണി, അതുകൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ.
എന്നിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. അവസാനം നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ 2 ക്ലോത്തൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ്. ജസ്റ്റ് ഇച്ചിരി ഒന്ന് മെനക്കിടണം കേട്ടോ. ഒത്തിരി ഈസി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇച്ചിരി മെനക്കിടണം, പക്ഷെ ഒരു വെറൈറ്റി ലുക്ക് കിട്ടും. എന്നിട്ട് കറക്റ്റ് നമ്മുടെ മോൾ ഭാഗം ഇല്ലേ, മോൾ ഭാഗവും ഈ താഴ്ഭാഗവും കൂടെ നമുക്ക് കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കണം. കറക്റ്റ് എന്താ പറയുക, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ആ ഹാൻഡ് വർക്ക് ചെയ്തതുകൊണ്ടല്ലോ, അതിന് താഴ്ഭാഗത്തായിട്ട് ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. കാരണം ഹാൻഡ് വർക്കിൽ നിന്ന് ഒരുപാട് താഴെയായിപ്പോയാൽ ബോറായിപ്പോവും. അപ്പോൾ ഹാൻഡ് വർക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു താഴ്ഭാഗത്തെ പോർഷൻ വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. സിബ് വരുമ്പോൾ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 2 സിബ് നമ്മൾ വലിച്ചുകൂട്ടി എടുക്കുമ്പോഴത്തേന് ആ സ്റ്റിച്ച് അങ്ങ് പൊട്ടിപ്പോകും കേട്ടോ. എന്നിട്ട് സൈഡ് കൂടെ ജോയിൻ ചെയ്തെടുക്കണം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നല്ല ഈ തുണി ആയതുകൊണ്ട് അകത്തൊക്കെ കയറി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ജോയിൻ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ തുണി ആയതുകൊണ്ട് നൂല് നമുക്കൊന്ന് മിസ്റ്റേക്കായി ഒന്ന് പൊട്ടിച്ചു വിട്ടു, വീണ്ടും പൊട്ടിച്ചു വിട്ടാൽ തുണി മൊത്തത്തിൽ കുളമായി ചളകുളമായിട്ട് വരും കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ യോക്കിൻ്റെ പോർഷനിൽ. അത് അത്രയും കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഈ തുണിയെ കറക്റ്റ് ലെങ്ത് ഒന്ന് അളന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൊങ്ങി നിൽക്കാനായിട്ട് 23 വേണ്ടത്. അപ്പോൾ ഒരു 23 വരയിൽ ഞാനൊരു മാർക്ക് ചെയ്തെടുത്തു കേട്ടോ ഫ്രണ്ട്. എന്നിട്ട് ഫ്രണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ ഇതേപോലെ ഫ്രണ്ടിൻ്റെ പാർട്ട് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ആ 23 അരയിൽ നിന്ന് ഇതേപോലൊരു ലൈൻ കൊടുത്തു കേട്ടോ, ഒരു സ്ലോപ്പ്. ഓക്കെ, എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. ഇനി നമുക്ക് ലൈനിങ്ങും കറക്റ്റ് ഇതേപോലെ പിടിച്ചെടുക്കാം കേട്ടോ. സ്ട്രെയിറ്റ് പിടിച്ചെടുക്കണം ലൈനിങ്ങും. എന്നിട്ട് ആ ലൈനിങ് വരുമ്പോൾ ഒരു 22 അരയിൽ മാർക്ക് കൊടുത്തിട്ട് ഇതേപോലെ സ്ലോപ്പ് ചെയ്തെടുക്കണം. ഇതാട്ടോ ബിഗിനേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള വേ. അല്ലാത്തുള്ളൊരു വേ പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ മെയിൻ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടും സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നടക്കും. നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ക്ലോത്തോ അതോ ബാലൻസ് സാരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ആ അടിഭാഗം താഴ്ഭാഗത്ത് വരെ അടിച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക. അതേപോലെ നൂലിൻ്റെ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ യോക്കിൻ്റെ പോർഷൻ ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഔട്ട്ലുക്ക് കാണാം ബായോ. അപ്പോൾ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തെടുത്തു. ഒരൊറ്റ ഡേയിലോ 10 മണി തൊട്ട് ഓൾമോസ്റ്റ് ഒരു 10 മണി തൊട്ട് ഒരു 4 മണി വരെ ഇരുന്ന് ചെയ്തെടുത്തൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ട്രൈ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ആയിക്കോളൂ. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.